ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മളങ്ങനെ ഇല്ലിക്കൽമേട് ട്രിപ്പിലാണ്. ഇലവിഴ പുഞ്ചിറ. അപ്പോൾ തൊടുപുഴയിൽ നിന്ന് നമ്മളങ്ങനെ പല വഴി ഇങ്ങനെ കറങ്ങി നേരെ മലമുകളിലേക്കുള്ള ട്രാവലിലാണ്. അപ്പോൾ ഈ ട്രാവൽ നല്ല കാഴ്ചകൾ കാണുമ്പോൾ ഒന്ന് നിർത്തി അതൊക്കെ ഒന്ന് ആസ്വദിച്ച് എടുത്തൊക്കെ പോയില്ലെങ്കിൽ പിന്നെ ഈ ട്രിപ്പിന് തന്നെ ഒരു സുഖമുള്ളേ. അപ്പോൾ നമ്മൾ നല്ല രസമുള്ളൊരു പ്രദേശത്ത് വന്നപ്പോൾ നമുക്കെന്നാൽ അവിടെ നിന്നൊരു വീഡിയോ ഇടാമെന്ന് ഞാനും വിചാരിച്ചു. കണ്ടാലോ? കയറ്റമാണ് നമ്മൾ കയറി വരുന്നത്. ഈ കയറ്റം നമ്മൾ ഇങ്ങനെ വന്ന് ഇതങ്ങനെ കയറും. അതാണ് നമ്മളുടെ ഇന്നത്തെ ഇത്. അപ്പോൾ സൂര്യൻ നമ്മളിതിങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നുണ്ട്, നല്ല രസമായിട്ട് നോക്കുന്നുണ്ട്. കാലത്ത് തന്നെ ആയതുകൊണ്ടേ നല്ല ഭംഗിയുണ്ട് സൂര്യനെ കാണാനായിട്ട്. അപ്പം നമുക്ക് ഇവിടെ വന്നപ്പോൾ കണ്ട ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒരു പാറമടയാണ്. നല്ല ഭംഗിയുള്ളൊരു പാറമട, ഭീകരത ഉണർത്തുന്ന ഒരു പാറമട. വേണ്ട, കണ്ടു കഴിഞ്ഞാൽ അങ്ങ് എടുത്തോളണം, അതല്ലെങ്കിൽ എന്തോ ഒരു മനോവേദനയാണ്. ഒരു ഭീകര അന്തരീക്ഷമല്ലേ നോക്കി. പിന്നെ നമ്മുടെ ഈ പുല്ല്, ഇത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ സ്ഥിരം കാണുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര റെയറാണ് ഈ സാധനം. പണ്ട് സല്ലാപത്തിലൊക്കെ പടത്തിലെ പാട്ടിൻ്റെ ഇടയിൽ ദേവനെ വെച്ചിട്ടാണ് പാട്ടെടുത്തത്, ദേ പുല്ലിനെ വെച്ചിട്ട്. അല്ലേ? രാജസേനൻ സാറിൻ്റെ പടത്തിൽ, രാജസേനല്ലേ സല്ലാപത്തിൻ്റെ ഡയറക്ടർ ആരായിരുന്നു? അയ്യോ, അത് മറന്നു പോയത്. സുന്ദർ അല്ലേ? സുന്ദർദാസ്. വട്ടവർ. അപ്പോൾ അത്ര മനോഹരമാണ് ഈ പുല്ലിനെ വർണ്ണിക്കാനായിട്ട്, പുല്ലിൻ്റെ ആംബിയൻസ്. ഇനി നമ്മളിവിടെ വണ്ടി നിർത്തിയതിൻ്റെ മെയിൻ കാര്യം ഞാൻ കാണിച്ചു തരാവേ. ടിങ് ടിങ്. ഈ സൗന്ദര്യം വഴിയിൽ കണ്ടപ്പോഴാണ് നമ്മൾ വണ്ടി നിർത്തിയത്. നല്ല ഭംഗിയല്ലേ നോക്കി. വേണ്ട, ഞങ്ങളിത് ഇങ്ങനെയാണ് ഇങ്ങനെ പോയത്. അപ്പോൾ ഞെട്ടി തിരിച്ചു പോയി, വണ്ടി നിർത്തി. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങ് എടുത്തു. അപ്പോൾ നമ്മൾ പതിയെ മുകളിലേക്ക് ചലിക്കാൻ പോവാണ്. ഈ ആംഗിളിൽ നോക്കുമ്പോൾ ആ മരവും ആകാശവും ആ വനം എല്ലാം കൂടി വേറൊരു ഫീലല്ലേ നോക്കി. വേണ്ട വേണ്ട, രസമല്ലേ? അപ്പം നമുക്കിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. പോകുന്ന വഴിക്കുള്ള നല്ല ഡെസ്റ്റിനേഷൻസൊക്കെ നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ പകർത്തി പോയിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്യൂ കണ്ടാലോ? എങ്ങനെയുണ്ട് പുതിയ കാഴ്ച? അടിപൊളിയല്ലേ? ഇനി അവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിയാൽ ഇപ്പോൾ എങ്ങനെയുണ്ട്? താഴെ എവിടെയോ വെള്ളം ഒഴുകുന്ന ശബ്ദമൊക്കെ ഭംഗിയായിട്ട് കേൾക്കാം കേട്ടോ. താഴെ തന്നെ പുഴയല്ലോ ഉണ്ടോ? അതല്ലേ? അപ്പോൾ അപ്പുറത്ത് എന്തോ അരുവിയുണ്ട്.
അപ്പോൾ താഴത്ത് എന്തൊക്കെ അരുവി ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണണം. എന്താ അവിടെ മാവ് പൂത്തുക്കുന്നതാണോ? ഈ സമയത്ത് എങ്ങനെ മാവ് പൂക്കുക? പക്ഷെ കൊള്ളാം അല്ലേ? രസം കാണിച്ചേ. അത് ഇതൊരു ആലെന്തോ ആണ്. ഇത് ഈ ആലിൻ്റെ വേരിറങ്ങിയിരിക്കുന്ന ചിത്രം വരെ കണ്ടോ? അടിപൊളിയല്ലേ? ഞാൻ സൂം ചെയ്ത് കാണിക്കാമേ. നൈസല്ലേ? എന്താ രസം! അടിപൊളിയല്ലേ? ആലല്ല കേട്ടോ, അത് മറ്റെന്തോ കാട്ടുമരമാണ്. ആ മരം എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേരെ. നല്ല വ്യൂ അല്ലേ? അവിടെ എന്തോ കോളേജൊക്കെ ഉണ്ട്, എന്തോ സ്കൂളോ കോളേജോ അങ്ങനെ എന്തോ ആണത്. മലയിടുക്കിൽ അല്ല ഓരോ കാട്ടുപ്രദേശത്ത് ചെല്ലുമ്പോഴും ഓരോ മലമ്പ്രദേശത്ത് ചെല്ലുമ്പോഴും ഓരോ തരം ഭംഗിയാണല്ലേ. ഇനിയും കുറേ ഭംഗികളോടെ ഉണ്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും പറയുന്നു ഇലവീഴ പൂഞ്ചേരിയിലേക്കുള്ള ദൂരം വഴിയിൽ. ഓക്കെ, അപ്പോൾ ഇനിയും ഉണ്ട് കാണാനായിട്ട് ദൃശ്യങ്ങൾ. വെള്ളമൊക്കെ കുറവാണ്, ക്ഷമിക്കണം. വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല, പക്ഷേ മനോഹരമാണ്. അപ്പോൾ എടുക്കാതിരിക്കാൻ ഒരു നിർവാഹവും തോന്നിയില്ല. കാരണം ഇതിലൂടെ നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. വെള്ളം കുറവായതുകൊണ്ട് നമ്മൾക്ക് അത്ര ഭംഗി കിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മാസ്മരിക സൗന്ദര്യം നമ്മളെ നെഞ്ചോടടുപ്പിക്കും. എങ്ങനെയുണ്ട്? രസമല്ലേ? അപ്പോൾ ഈ യാത്രയിൽ കാണുന്ന സുന്ദര ദൃശ്യങ്ങളാണിത് കേട്ടോ. ഇനി ഞാൻ ഇത് വന്ന് വീഴുന്ന സ്ഥലം ഒന്ന് കാണണ്ടേ നമുക്ക്? കണ്ട നല്ല വെള്ളം വേണം, അപ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അവിടെ വളർന്നു നിൽക്കുന്നൊരു പന പോലത്തെ ഒരു ചെറിയ അങ്ങനത്തെ ഇലയുള്ള ഒരു ഇത് കണ്ടോ? എന്ത് ഭംഗിയാണെന്നറിയോ അത്? വേണ്ട, നല്ല ഫ്രെയിമല്ലേ എനിക്ക് കുറച്ചുകൂടി വൈഡ് വെച്ചിട്ട് അപ്പോഴാണ് ബ്യൂട്ടി കറക്റ്റാവുള്ളൂ. നല്ല ഫ്രെയിമല്ലേ? അങ്ങനെ നമ്മൾ തെങ്ങിൻ്റെ ഭംഗി കാണണമെങ്കിൽ നമ്മൾ ഗോവയിൽ തന്നെ പോകണം. രസമല്ലേ? അടിപൊളി. മറ്റേ ഇതൊരു ഓലയാണല്ലേ? അല്ലല്ലോ, ഇതെന്തോ ഒരു മറ്റേ വീട്ടിലൊക്കെ വളർത്തുന്ന ടൈപ്പാണ്. ഇപ്പോൾ ഇതൊക്കെ വീട്ടിൽ വളർത്തും, പണ്ടൊക്കെ കാട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളായിരുന്നു. ഇതൊരു വളരെ കണ്ട
അപ്പോൾ നമ്മളിങ്ങനെ കണ്ട് പോകും. ഒന്നും കൂടി കാണാനുണ്ട്. ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് ഈ റോട്ടിൽ, എല്ലാം നമ്മൾ കാണും. ഓക്കെ, നമ്മൾ ഇപ്പോൾ കണ്ട ഒരു വെള്ളച്ചാട്ടമല്ലേ, ചെറിയ വെള്ളമില്ല, അതിൻ്റെ മുകൾ ഭാഗത്ത് ചെറുതായിട്ട് വെള്ളം വീഴുന്ന സ്ഥലമുണ്ട്. നമ്മൾ അവിടേക്കൊന്ന് വലിഞ്ഞു കയറി അപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കാണുന്നത്. എന്താ ഇവിടെ പ്രത്യേകത കണ്ടോ, ആ പാറ വെട്ടി വെച്ചേക്കണ പോലെ ഇല്ല ഉണ്ടല്ലേ, വെള്ളം ഒഴുകി 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 ഒഴുകി. ആണെങ്കിൽ ഇറങ്ങാൻ പടിക്കെട്ടൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ട, ചെറിയ പടിക്കെട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇറങ്ങാനായിട്ട്. അതിൻ്റെ മുകളിലേക്കേക്ക് വേണ്ട. മഴയുള്ളപ്പോൾ നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരും, അത് കണ്ടേ നമ്മൾ പോകൂ. എന്താ വെള്ളമില്ലാത്തതുകൊണ്ട് ഒരു ഭംഗിയില്ല കാണാനായിട്ട്. സോ അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അവിടെ കാണിക്കുന്നില്ല. പകരം നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ ഒരു മനോഹരമായ ഒരു ഏരിയ കണ്ടു. അപ്പോൾ പല വ്യൂ പോയിൻ്റുകൾ കണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ മറ്റൊരു വ്യൂ പോയിൻ്റ് കണ്ടു. വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ അതൊരു 1.5 വ്യൂ പോയിൻ്റാണ്. ഡക്കാണ്. അടിപൊളിയല്ലേ നോക്കി. താഴേക്ക് അഗാധ ഗർത്തമാണ്. അതിൻ്റെ ഫീലിങ്സ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. താഴേക്കുള്ള ഗർത്തത്തിൻ്റെ അഗാധ ഇതങ്ങനെ ഇരിക്കും താഴേക്ക്. എന്താ കാടാണ്, കൊടുങ്കാട്. അപ്പം നമ്മൾ അവിടെ എന്തൊരു പനങ്കുലയ്ക്ക് ഇങ്ങനെ പണ്ട് പെൺകുട്ടികളുടെ തലമുടി വർണ്ണിച്ചിരുന്ന ഒരു സാധനം, പനങ്കുലകൾ പോലെ ഇങ്ങനെയാണ്. പക്ഷെ ഇത് ഇപ്പോൾ കേളി ഹെയർ എന്നൊക്കെ വന്നപ്പോൾ വേറൊരു ഫീലൊക്കെ ആയിട്ടോ. അപ്പം നമ്മൾ ഇനി ഇലവീഴ പൂഞ്ചിറയുടെ മുകൾ ഭാഗത്ത് നിന്നും അടുത്ത എപ്പിസോഡ് ആരംഭിക്കും. ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറയ്ക്ക് വരുന്ന വഴിയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത്. ഇനി നമ്മൾ പതിയെ ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഓക്കെ, ബൈ.